കർണാടക പോലീസിനെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. മുൻ ശുചീകരണ തൊഴിലാളിയാണ് അദ്ദേഹം. ധർമ്മസ്ഥല ക്ഷേത്രം ട്രസ്റ്റിന്റെ കീഴിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. 1995 ഈ ശുചീകരണ തൊഴിലാളി ഈ ക്ഷേത്രം ട്രസ്റ്റിന്റെ കീഴിൽ ജോലിക്ക് കയറുന്നത്. 1998 മുതൽ 2014 വരെ, അതായത് ജോലിയിൽ പ്രവേശിച്ച 3 വർഷത്തിന് ശേഷം ജോലിയിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന 2014 വരെ ഇദ്ദേഹം കണ്ട കാഴ്ചകളും ഇദ്ദേഹം ചെയ്ത ക്രൂരമായ പ്രവർത്തികളുമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇദ്ദേഹം കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ്, ചെയ്ത ക്രൂരത എന്തൊക്കെയാണ്? വെറും 10 വർഷം കൊണ്ട് 100-ലധികം സ്ത്രീകളുടെ മൃതദേഹം സംസ്കരിച്ചു. ഒരു മനുഷ്യനറിയാതെ, ചെവി അറിയാതെ സംസ്കരിച്ചു എന്നാണ് ഇയാളുടെ വെളിപ്പെടുത്തൽ. പോലീസ് ഞെട്ടില്ലേ? 100 സ്ത്രീകളുടെ മൃതദേഹം, അതും പൂർണ്ണ നഗ്നരായ സ്ത്രീകൾ. ഒരു സ്ത്രീയും ഉടുതുണി ഉണ്ടായിരുന്നില്ല. തുണി ഇല്ലാതെ അവസ്ഥയിൽ മൃതദേഹം ഇയാളെ ഏൽപ്പിക്കുന്നു. ഇയാളത് ധർമ്മസ്ഥലത്തും പരിസരത്തും കുഴിച്ചിടുന്നു. ചിലത് ഡീസൽ ഒഴിച്ച് കത്തിച്ചു കളയുന്നു. കത്തിച്ചു കളയുമ്പോൾ ഇവരുടെ കുപ്പായം ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും, എല്ലാ തെളിവുകളും നശിപ്പിക്കാൻ ലക്ഷ്യം വെച്ച് തന്നെ കുഴിയെടുക്കുന്നു. കുഴിക്കകത്ത് ബോഡി തള്ളുന്നു, കൂടെ അവരുടെ സാധനങ്ങൾ, പിന്നെ ഡീസൽ ഒഴിച്ച് കത്തിച്ച കുഴി മൂടുന്നു. ഇദ്ദേഹത്തിന് ജോലി ശുചീകരണ തൊഴിലാളിയാണ്. ശുചീകരണ തൊഴിലാളി റോഡിലെവിടെയെങ്കിലും അല്ലെങ്കിൽ ആളൊഴിഞ്ഞ സ്ഥലത്തോ കുഴിയെടുത്ത് സാധനങ്ങൾ കൊണ്ടിട്ട് കൂട്ടിയിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ ആർക്കും സംശയം തോന്നില്ലല്ലോ, പ്രത്യേകിച്ച് ധർമ്മസ്ഥലത്തെ ക്ഷേത്രം ട്രസ്റ്റിന്റെ ജീവനക്കാരനും. അയാളുടെ വെളിപ്പെടുത്തൽ ഇതാണ്: കഴിഞ്ഞ 10 വർഷമായി ഞാൻ 100-ലധികം ആളുകളെ ഇങ്ങനെ സംസ്കരിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ ആദ്യം ശവശരീരങ്ങൾ കാണുമ്പോൾ ഞാൻ കരുതിയിരുന്നത് ഇവർ ആത്മഹത്യ ചെയ്ത സ്ത്രീകളാകും, അതുകൊണ്ട് ഇവരുടെ ബോഡി മറവ് ചെയ്യാൻ ആളുകൾ വരുന്നില്ല, അതുകൊണ്ട് മറവ് ചെയ്യാൻ എന്നെ ഏൽപ്പിക്കുന്നതായിരിക്കും എന്നായിരുന്നു ആദ്യത്തെ ചിന്ത. എന്നാൽ ഈ മൃതശരീരങ്ങൾ ശരിക്ക് പരിശോധിക്കുമ്പോൾ, ശരിക്ക് കാണുമ്പോൾ ഇവരുടെ കഴുത്ത് ഞെരിച്ചാണ് കൊന്നിരിക്കുന്നതെന്നും ഇവരുടെ ലൈംഗിക അവയവങ്ങൾക്ക് ചുറ്റുമുള്ള മുറിവുകൾ ശ്രദ്ധിക്കുമ്പോൾ ഇവർ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്നും തനിക്ക് മനസ്സിലായി. ഇത് വല്ലാതെ ഭയചകിതനാക്കി എന്ന് ഈ ശുചീകരണ തൊഴിലാളി പറയുകയാണ്. ശുചീകരണ തൊഴിലാളി നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയുകയായിരുന്നില്ല. അദ്ദേഹം 2 അഡ്വക്കേറ്റുമാരെ കണ്ടു. ഓജസി ഗൗഡ എന്നും സച്ചിൻ ദേശ്പാണ്ഡെ എന്നും പറയുന്ന 2 അഭിഭാഷകരെ പോയി കണ്ടു. സച്ചിൻ ദേശ്പാണ്ഡെയും ഓജസി ഗൗഡ, ഈ 2 പേരും പറഞ്ഞു നിങ്ങൾ കത്തെഴുതുക, കത്ത് എഴുതിയിട്ട് അത് പ്രസിദ്ധീകരിക്കുമ്പോൾ പോലീസുകാർ കൊണ്ടുവരും, അല്ലെങ്കിൽ പറയും നിങ്ങൾക്ക് മാനസിക രോഗമാണെന്ന് പറഞ്ഞ് നിങ്ങളെ എഴുതി തള്ളും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു 2010 കല്ലേരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പെട്രോൾ പമ്പിൽ നിന്ന് 500 മീറ്റർ മാറി ഒരു ബോഡി എനിക്ക് സംസ്കരിക്കേണ്ടി വരുന്നു. അത് എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകുന്നില്ല. 2010 12 വയസ്സിനും 16 വയസ്സിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടിയുടേതായിരുന്നു ആ മൃതദേഹം. ആ മൃതദേഹത്തിൽ സ്കൂൾ യൂണിഫോം ധരിച്ചിരുന്നു. അതായത് സ്കൂളിൽ പോയി വന്ന ഏതോ പെൺകുട്ടിയെ കാപാലികന്മാർ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ശേഷം ആ ബോഡി പൂഴ്ത്തി വച്ചിരിക്കുകയായിരുന്നു ഈ പെട്രോൾ പമ്പിന് സമീപം. അത് മറവ് ചെയ്യുകയായിരുന്നു. സ്കൂൾ ബാഗും വാട്ടർ ബോട്ടിലും എല്ലാം ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയുടെ ബാഗിൽ. ആ ബാഗ് ഉൾപ്പെടെ ഡീസൽ ഒഴിച്ച് കത്തിച്ചു. ഇത് തന്നെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ 10 വർഷത്തിന് ശേഷം 2025 10 വർഷത്തിന് ശേഷം ഇത് വെളിപ്പെടുത്തുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ കത്തിൽ പറയുന്നുണ്ട്, ആദ്യമായി തന്നെ വന്ന് കണ്ടത് ഈ ട്രസ്റ്റിന്റെ സൂപ്പർവൈസറാണ്, ക്ഷേത്രത്തിന്റെ സൂപ്പർവൈസർ. അദ്ദേഹം എന്ന് പറയുന്നു ഇങ്ങനൊരു ബോഡി ഉണ്ട്, സംസ്കരിക്കണം. അപ്പോൾ പറഞ്ഞു ഇത് പോലീസിനെ അറിയിച്ചാൽ പോരെ, പോലീസിനെ അറിയിക്കേണ്ടതല്ലേ, ഞാൻ എങ്ങനെ ഇത് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നീ പറയുന്ന ജോലികൾ ചെയ്താൽ മതി എന്ന ഭീഷണി. പിന്നെ അതിന് വിസമ്മതിച്ചപ്പോൾ കൊടിയ മർദ്ദനം. പിന്നീട് ഇത് പതിവായപ്പോൾ പറഞ്ഞു പറ്റില്ല, ഇതെന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ നിന്റെ മകളെ, പ്രായപൂർത്തിയാകാത്ത നിന്റെ മകളെ ഞങ്ങൾ ബലാത്സംഗം ചെയ്ത് ഇതുപോലെ കൊല്ലും, നിന്റെ ഭാര്യ ഇതുപോലെ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ നിവർത്തിയില്ലാതെ ചെയ്തു പോയി എന്ന് ഇയാൾ കത്തിൽ പറയുന്നു. അത് കഴിഞ്ഞിട്ട് ചില മൃഗീയമായ കൊലപാതകങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വന്നു, ദൃക്സാക്ഷിയാകേണ്ടി വന്നു. പക്ഷേ ഭയം കാരണം ഒന്നും പുറത്തു പറയാൻ കഴിഞ്ഞില്ല. പോലീസ് ഞെട്ടില്ലേ? കത്ത് കേട്ടിട്ട്, കത്ത് വായിച്ചിട്ട് ഞെട്ടും. പോലീസല്ല, ഞാനും നിങ്ങളും ഞെട്ടുന്നു. 100ഓളം സ്ത്രീകളുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ച, അതും അനധികൃതമായി സംസ്കരിച്ച ഒരു മനുഷ്യൻ അഭിഭാഷകരുടെ മുന്നിൽ നിന്ന് വിതുമ്പിക്കൊണ്ട് പറയുകയാണ്, എൻ്റെ ഭാര്യയെയും മകളെയും സംരക്ഷിക്കാൻ ഈ കൊള്ളരുതായ്മയ്ക്ക് എനിക്ക് കൂട്ടുനിൽക്കേണ്ടി വന്നു. അങ്ങനെ കൂട്ടുനിൽക്കേണ്ടി വന്നെങ്കിലും എനിക്ക് ഇപ്പോൾ മനസാക്ഷി കുത്തുണ്ട്, കുറ്റബോധമുണ്ട്, കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. കാരണം ഇവർക്കൊന്നും കർമ്മം ചെയ്തിട്ടില്ല. ഈ മരിച്ചുപോയവരുടെ ആത്മാക്കൾ എന്നെ വല്ലാണ്ട് വേട്ടയാടുന്നു. ഇവർക്ക് കർമ്മം ചെയ്യണം, യഥാവിധി കർമ്മം ചെയ്ത് ഇവർക്ക് മോക്ഷം നൽകണം, എങ്കിൽ മാത്രമേ എനിക്ക് ഉറങ്ങാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ്, അതിന് സഹായം അഭ്യർത്ഥിച്ചാണ് ഞാൻ വന്നത് എന്നാണ് അഭിഭാഷകരോട് ഇയാൾ പറഞ്ഞത്. അപ്പോൾ പോലീസ് അഭിഭാഷകരോട് ആവശ്യപ്പെട്ടത് ഒറ്റ കാര്യം, ഒരിക്കലും ഇയാളുടെ പേര് വിവരങ്ങൾ പുറത്തു പോകരുത്, കാരണം ഇയാൾ സുരക്ഷിതനല്ല.
അപ്പോൾ ഇയാൾ കത്തിൽ പറയുന്നുണ്ട്, എന്നെ എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്, പോലീസ് ഞങ്ങൾക്ക് സംരക്ഷണം തരണം, ഏത് നിമിഷവും ഞാൻ കൊല്ലപ്പെടാം എന്ന ഭയവും ഇദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കുക. 1995 ഒരു ക്ഷേത്രത്തിൽ ശുചീകരണ തൊഴിലാളിയായി ജോലിക്ക് കയറുന്നു. വളരെ സന്തോഷത്തോടുകൂടി കയറി കാണും. 98 മുതൽ 2014 വരെ അയാൾ ചെയ്തത് ഇല്ലീഗലായിട്ടുള്ള ശവസംസ്കാര ചടങ്ങുകളാണ്, ശവസംസ്കാരമാണ്. കുഴിച്ചിടുക, സ്ത്രീകളെ ന്യൂഡായി കിട്ടുന്ന സ്ത്രീ ശരീരങ്ങളെ കുഴിച്ചു മൂടുക, ചില റേപ്പും ചില കൊലപാതകങ്ങളും നേരിട്ട് കാണുക. ഏറ്റവും കൂടുതൽ 2010 ഒരു പെൺകുട്ടി, സ്കൂൾ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം വിത്ത് യൂണിഫോം, സ്കൂൾ ബാഗ്, വാട്ടർ ബോട്ടിൽ എല്ലാം ചേർത്ത് സംസ്കരിക്കേണ്ടി വരിക, കത്തിച്ച് കളയേണ്ടി വരിക. ആരായാലും ഒന്ന് നടുങ്ങും, കൈവിറയ്ക്കും. പക്ഷേ അപ്പോഴൊക്കെ ഭയം കാരണം അതൊന്നും പുറത്തു പറഞ്ഞില്ല. ഇപ്പോൾ പുറത്തു പറയുകയാണ് 10 വർഷത്തിന് ശേഷം. കർണാടക പോലീസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ കേട്ട്. അവർ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ സ്ഥലത്ത് പരിശോധന നടത്തുമെന്ന് പോലീസ് പറയുന്നു. ദക്ഷിണ കന്നഡയുടെ ചുമതലയുള്ള SP അരുണാണ് അന്വേഷണത്തിന്റെ ചുമതല വഹിക്കുന്നത്. അദ്ദേഹം എല്ലായിടങ്ങളും പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കത്തിൽ സൂചിപ്പിക്കുന്ന സ്ഥലങ്ങൾ പരിശോധിക്കും. ഇവിടെ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുണ്ട്. ഡീസൽ ഒഴിച്ച് കത്തിച്ചൊക്കെ കളഞ്ഞാൽ പിന്നെ മണ്ണിൽ നിന്ന് എന്ത് കിട്ടാൻ? ഇത്രയും വർഷം പഴകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടത്തായി ജോലിയുടെ കേസൊക്കെ ഓർമ്മയുള്ളത് കൊണ്ട് എന്തെങ്കിലും പൊടിപ്പും തൊങ്ങലുമെങ്കിലും കിട്ടാതിരിക്കില്ല. കാരണം മരണം ജനനം പോലെ തന്നെ, ജനനത്തെക്കാൾ ഉപരി സത്യസന്ധമായ ഒരു സംഭവമാണ് മരണം. അതുകൊണ്ട് മരണത്തെ വെച്ചിട്ട് ആർക്കും ആരെയും വെല്ലുവിളിക്കാൻ പറ്റുകയില്ല. മരണം സത്യമാണെങ്കിൽ ആ സത്യം പുറത്ത് വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ശുചീകരണ തൊഴിലാളികളുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് പല വമ്പന്മാർക്കും മുട്ടിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ആ മുട്ടെടുപ്പ് കയ്യാമം വയ്ക്കുമ്പോൾ, അഴിക്കുള്ളിലാകുമ്പോൾ അതങ്ങ് തീർന്നുകൊള്ളും എന്ന് പറയാം, അല്ലേ?